നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം മതി സ്വപ്നങ്ങളൊക്കെ തകിടം മറിഞ്ഞ് ജീവിതം ദുരിതത്തിലേക്ക് വീണു പോകാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷൈജുവും കുടുംബവും. ഇരു കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട ഷൈജുവിന് പക്ഷേ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടില്ല. സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന മനക്കരുത്തുണ്ട്. ഒപ്പം നിൽക്കാൻ നമ്മളിലെ നന്മകൾ ഉണ്ടാകുമെങ്കിൽ അതിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. രാവിലെ പത്രം ഇടാൻ പോയതാ 5:30 മണിക്ക്. ആക്റ്റീവിൽ നിന്ന് പത്രം എടുത്ത് നടന്നു പോയപ്പോൾ ഒരു ലൂക്ക് ബൈക്ക് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് നടന്നു പോയപ്പോൾ ഇപ്പോൾ ഏകദേശം 3 വർഷം ആവാൻ പോകുന്നു. 2 കാലും ഒടിഞ്ഞ്, ഒരു കാല് 3 ഓപ്പറേഷൻ കഴിഞ്ഞ്, ഇപ്പം ഈ കാല് 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അപകടം കണ്ട് ഓടിക്കൂടിയവർ ഷൈജുവിനെ ആശുപത്രിയിലെത്തിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണപ്പോൾ തകർന്നുപോയ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഡോക്ടർ വിധിയെഴുതി. എന്തെങ്കിലും സാധ്യമെങ്കിൽ ആ കാലുകൾ മുറിച്ചു മാറ്റരുതെന്ന കുടുംബം ഡോക്ടർക്ക് മുന്നിൽ തൊഴുതു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ പറഞ്ഞ് ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്കൊന്ന് അകത്ത് അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അകത്ത് ചെയ്ത് ശരിയാവുമെന്തോ. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെ ഇളക്കിയിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്ത്, പിന്നെ അത് വീണ്ടും നോക്കിയപ്പം പറഞ്ഞ് അത് ഉണങ്ങുന്നില്ല, നമുക്കിനിയിപ്പം വെളിയിൽ കമ്പിയിട്ടേ പറ്റത്തുള്ളൂ, അകത്ത് ഊരി മാറ്റണമെന്ന് പറഞ്ഞ് ചെയ്തത് ശരിയാവുന്നില്ല. ഇപ്പോൾ ആശുപത്രി ചെന്ന് വീണ്ടും പിന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞ് വലത്തേക്ക് മറ്റേതിൻ്റെ കാലിൻ്റെ റിങ് ഇട്ടിരിക്കുകയായിരുന്നു കാലി, അത് ഊരിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നു, മറ്റേ വലത്തെ കാലിൻ്റെ ലിഗമെൻ്റ് പോയി കിടക്കണമെന്ന് പറഞ്ഞ് ഇത് റിങ് ഊരിയിട്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും നാൾ എടുത്തു. പിന്നെ നമുക്ക് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും നാൾ നീട്ടിയെടുത്തത്. ജീവിതം മുന്നിലൊരു ചോദ്യചിഹ്നമാകുമ്പോഴും ഭാര്യയുടെയും കുട്ടികളുടെയും നിരാശയ്ക്ക് മുന്നിൽ ഒരു പുഞ്ചിരിയുമായി ഷൈജു പറയുന്നു, എല്ലാം ശരിയാകും. 10ൽ പഠിക്കുന്ന മകൾ, 9ൽ പഠിക്കുന്ന മകൻ, പാതിയിൽ നിലച്ചുപോയ വീടെന്ന സ്വപ്നം. പഠിക്കുന്ന സമയമാണ് 10ലായപ്പോഴേ, അപ്പോഴും നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. നല്ലത് കുഞ്ഞുങ്ങൾ വളർന്ന് വന്ന് പഠിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോഴാണ് ഇങ്ങനെ ആയത്. പിന്നെ ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതും തകർന്നു. ഒറ്റ റൂമിലാണ് നമ്മളെ ജീവിതം. നമ്മളെയൊക്കെ പോലെ ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു ഷൈജുവിന് ഈ ദുരന്തമുണ്ടായത്. ഈ കാലുകളുടെ ചികിത്സയ്ക്കായി ഒരുപാട് പണം ഇവരുടെ കയ്യിൽ നിന്നും ചിലവായി. ഇനിയും ഒരുപാട് പണം ആവശ്യമുണ്ട്. ഒപ്പം നന്നായി പഠിക്കുന്ന 2 കുട്ടികൾ, അവരുടെ പഠനത്തിനും ഒരുപാട് പണം ആവശ്യമുണ്ട്. ഈ സഹായത്തിനാണ് ഇവർ പ്രേക്ഷകരോട് ഒരു സഹായം ചോദിക്കുന്നത്. പ്രദീപ് വാളത്തുകളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.